ഇത് ഞങ്ങൾ രണ്ടോട് ഡ്രൈവിംഗിനോട് കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണ വരാൻ ടെൻഷനാണ്. ഈ ടെൻഷൻ എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും ടെൻഷനാണ്. അതിന്റെ ഉള്ളിൽ കൂടെ എന്റർടേൺ ആയപ്പോഴേക്കും കാറിന്റെ ലോക്ക് ഡാമേജ്. ഇതിനാണ് നമ്മൾ ഐശ്വര്യം എന്ന് പറയുന്നത്. പിന്നെ ആശാൻ ഒരു കണക്കിന് ഞങ്ങളെ പുറത്തിറക്കി തന്നു. ഞാൻ സമ്മതിക്കില്ല, അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഡ്രൈവിംഗ് കഴിഞ്ഞപ്പോഴേക്കും ചെച്ചു വിളിച്ചിട്ട് പറഞ്ഞ ഒരു ഫുഡ് സ്പോട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകും. ഞങ്ങളുടെ ഭാഗം കൊണ്ട് ആ കട നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഞങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കൂല. അപ്പൊ തന്നെ അടുത്ത ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് അങ്ങനെ നേരെ കൊൺസൈലിൽ പോയി. അവിടെ ചെന്ന് നേരെ ഒരു കിടിലെ നൂഡിൽസ് ഓർഡർ ചെയ്ത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഈ കാണാനാണ് നാച്ചുറൽ ആക്ടിംഗ് എന്ന് പറയുന്നത്. വയലെ തൊട്ട് നോക്കാനാണ് ഫുഡിന്റെ ടേസ്റ്റ് ആവാൻ പറഞ്ഞത്. പക്ഷെ ആ കഴിവിന്റെ അഹങ്കാരം ഒന്നും അവനെ മൊത്തില്ല. ഫുഡ് വെച്ച് കഴിഞ്ഞപ്പോഴും കാലത്തിൽ ഒരിക്കലും നടക്കാൻ ആ പ്രതിഭാസം സംഭവിച്ചു. അതായത് അതിന്റെ പൈസ കൊടുത്തത് ഞാനാണേ. കുറച്ചു നേരം കൂടി അവിടെ നിന്നപ്പോഴേക്കും ഞങ്ങൾ ഈ ഒരു കട ഉണ്ട്. അവിടെയാണെങ്കിൽ ഞങ്ങളില്ലാത്ത തിരക്ക്. അങ്ങനെ അവിടെ നിന്ന് സ്പെഷ്യൽ നോക്കിയപ്പോൾ അവിടെ വന്നവരും പോണവരൊക്കെ ബോബാട്ടി കൂടി. കൗതുകം പിന്നെ ലേശില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പെഷ്യലും പിന്നെ ഒരു നോർമൽ ബോബാട്ടിയും സാധനം മേടിച്ച് കൈ കിട്ടിയപ്പോഴാണ് ഇതിലേതാ സ്പെഷ്യൽ ഇല്ലേതാ നോർമൽ എന്ന് മനസ്സിലായി. ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ തായ് ബോബ. ഇതിലെന്താ ഇത്ര സ്പെഷ്യൽ എന്ന് വെച്ചപ്പോൾ ചേമ്പ് വെച്ചുണ്ടാക്കണ ബോബ ബോൾസ് എന്നാണ് പുള്ളി പറഞ്ഞത്. സാധാരണ നമ്മൾ കുടിക്കുന്ന ബോബാട്ടിനേക്കാളും കുറച്ച് ഡിഫറൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. എന്തായാലും സംഗതി ഉഷാറായിരുന്നു. ഈ കഴിക്ക് എന്താ പറയുക നോർമൽ സ്ട്രോബെറി ബോബ. ഇതും ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിലാണ് സാധനം തന്നത്. അത് അവിടെ നിന്ന് കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഉമ്മിക്ക് എന്തിനും വാങ്ങാന്ന് വിചാരിച്ചു. വിളിച്ചു വെച്ചപ്പോ എന്തായാലും മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോലെ അവരുടെ റാപ്പിൽ എനിക്കൊരു കണ്ണുണ്ട്. എന്നാ പിന്നെ അതൊരു സ്പെഷ്യൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റാപ്പ് ബൊറീറ്റോ തന്നെ അങ്ങോട്ട് വാങ്ങി. ഓർഡർ ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ നമുക്ക് പാഴ്സലാക്കി തന്നു. അങ്ങനെ വാങ്ങേണ്ടതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാധനം പൊട്ടിച്ചു. ഇതൊരു മസ്റ്റ് ഡ്രൈ ഐറ്റം തന്നെ ഉണ്ട്. കുറച്ചും കൂടി ചൂടുണ്ടായിരുന്നു, കുറച്ചും കൂടി അടിപൊളിയായിരുന്നു.